ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോരോ പ്രവർത്തനങ്ങളായി നോക്കുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ചില സാഹചര്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അന്തരീക്ഷ മലിനീകരണം എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? നമുക്ക് ചപ്പ് ചവറുകൾ കത്തിക്കൽ, അതുപോലെ വാഹനങ്ങളിൽ നിന്നുള്ള പുക, വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ദെൻ ശീതീകരണികളിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷം നമുക്ക് ഏതെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുന്നു? പട്ടിക പൂർത്തിയാക്കുക. ഏതെല്ലാം വിധത്തിലാണ്? ഒരു പോയിന്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ്? ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? പ്രാണവായു നൽകുന്നു. അതുപോലെ എന്താണ്? സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നു. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അതുപോലെ ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം. അപ്പം എന്തൊക്കെയാണ്? പ്രാണവായു നൽകുന്നു, സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി തയ്യാറാക്കുന്ന പ്ലക്കാർഡിന് അനുയോജ്യമായ വാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എഴുതാവുന്നതാണ്. നമുക്ക് എന്ത് എഴുതാം? തൈ വയ്ക്കാം, തണലേകാം. നെക്സ്റ്റ് എഴുതാം നമുക്ക് ഒരു തൈ നടാം നമ്മുടെ ഭൂമിക്ക് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2. ചിത്രം നിരീക്ഷിക്കൂ. ജൈവമണ്ഡലം നിലനിൽക്കുന്നത് വായുമണ്ഡലം, ശിലാമണ്ഡലം, ജലമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തന ഫലമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ മണ്ഡലത്തിൻ്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വായുമണ്ഡലം ഇങ്ങനെയാണ്. ഇത് ജീവജാലങ്ങൾക്ക് ശുദ്ധവായു നൽകുന്നല്ലേ. അതുപോലെ തന്നെ എന്താണ്? സസ്യങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ ശിലാമണ്ഡലം ഗതാഗതം, നിർമ്മാണ പ്രവർത്തനങ്ങൾ. ജലമണ്ഡലം കുടിവെള്ളം, കൃഷി. ദെൻ പ്രവർത്തനം 3 നോക്കാം. വരുമാനം ലഭിക്കാൻ സഹായിക്കുന്ന തൊഴിലുകളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളായി തിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. നമുക്ക് എങ്ങനെ വിവിധ മേഖലകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഏതൊക്കെയാണ്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇതിൽ ഓരോന്നിനും വരുന്നത് ഏതൊക്കെയാണ് നമുക്ക് എഴുതാം. പ്രാഥമിക മേഖലയിൽ ഏതാണ്? കരിമ്പ് കൃഷി, തേയില കൃഷി. ദെൻ ദ്വിതീയ മേഖല പഞ്ചസാര ഉൽപാദനം. ദെൻ തൃതീയ മേഖല വ്യാപാരം, ഗതാഗതം. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദനത്തിനും തൊഴിലവസരങ്ങളിലും ഗണ്യമായ വർധനവുണ്ടാക്കി. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ചില പ്രദേശങ്ങളിൽ ദാരിദ്ര്യം നിലനിന്നിരുന്നു. എന്തൊക്കെയാവാം അതിൻ്റെ കാരണങ്ങൾ? എന്തൊക്കെയാവാം? അത് വിതരണത്തിൽ അപാകത, അതുപോലെ തന്നെ എന്താണ്? സാധനങ്ങൾ വാങ്ങാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഭക്ഷ്യസുരക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അത് എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് എന്ത്? ഭക്ഷ്യസുരക്ഷ. ഒന്നുകൂടി പറയാം. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് എന്ത്? ഭക്ഷ്യസുരക്ഷ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സി എന്താണ്? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം ലഭിക്കാനായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്ത് പേരിലാണ്? അതെ, അന്നപൂർണയാണല്ലേ. ആൻസർ എന്താണ്? അന്നപൂർണ. ഓക്കെ, ഇതിന് നമുക്ക് പ്രവർത്തനം 5 നോക്കാം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ആഘാതം മറ്റു മണ്ഡലങ്ങളെയും ബാധിക്കും. ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്ററിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ആകർഷകമായ തലക്കെട്ട് വേണം, അതുപോലെ എന്താണ് ചിത്രം, സന്ദേശം, ആശയ സൂചനകൾ, മുദ്രാഗീതം എല്ലാം വേണമല്ലേ.
അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? മനോഹരമായൊരു പോസ്റ്റർ തയ്യാറാക്കുക. ദെൻ പ്രവർത്തനം 6 എന്താണ്? ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാനുകൾ. ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രസ്തുത പ്രദേശത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കുക. പ്രദേശത്തിൻ്റെ നീളം 10 കിലോമീറ്റർ, വീതി 8 കിലോമീറ്റർ. ദെൻ പ്രദേശത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ്? വിദ്യാലയവും അതിൻ്റെ സമീപത്തായി കൃഷിയിടവും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇത് വരയ്ക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? പ്രദേശത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാർപ്പിടങ്ങൾ വരച്ചു കൊടുക്കുക. ദെൻ പ്രദേശത്തിൻ്റെ വടക്കു നിന്ന് തെക്കോട്ട് പാർപ്പിട സമുച്ചയത്തിന് സമാന്തരമായി ടാറിട്ട് റോഡ് പോകുന്നു. അതെന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. ദെൻ പ്രദേശത്തിൻ്റെ കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് ഒരു നദി ഒഴുകുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? വരച്ച് പ്രദേശത്തിൻ്റെ പ്ലാൻ കൂട്ടുകാർ തയ്യാറാക്കുക. ഓക്കെ. ദെൻ പ്രവർത്തനം 7 നോക്കാം. കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെയും പുരുഷാധിപത്യ കാഴ്ചപ്പാടും മൂലം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ കഷ്ടതകളും അവശതകളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം. തൊഴിലെടുക്കുന്ന അവർണ വിഭാഗത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ സവർണരിൽ നിന്നാണ് ചൂഷണവും സാമൂഹ്യ വിവേചനവും അനുഭവിക്കേണ്ടി വന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ നടന്ന മേച്ചിൽപ്പുല്ല് സമരം. നമ്പൂതിരി സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുക്കപ്പെട്ടു. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മേച്ചിൽപ്പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? അതെ, കണ്ടകൈ കുഞ്ഞാക്കമ്മയാണല്ലേ. മേച്ചിൽപ്പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത കണ്ടകൈ കുഞ്ഞാക്കമ്മ. ദെൻ സ്ത്രീ പുരുഷ സമത്വത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനായി നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? സ്വയം പര്യാപ്തരാവുക. അതുപോലെ എന്താണ്? സ്ത്രീ പുരുഷ സമത്വം. ദെൻ തുല്യവേതനം നടപ്പിലാക്കുക. തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക. എന്തൊക്കെയാണ്? സ്വയം പര്യാപ്തരാവുക, സ്ത്രീ പുരുഷ സമത്വം, തുല്യവേതനം നടപ്പിലാക്കുക, തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക. ഓക്കെ, then നമുക്ക് പ്രവർത്തനം 8 നോക്കാം. ഭൂപടങ്ങളിലെ അവശ്യഘടകങ്ങൾ ഭൂപട വായനയെ സഹായിക്കുന്നു. തന്നിരിക്കുന്ന കേരളത്തിൻ്റെ ഭൂരോഗ പരിശോധിച്ച് ഭൂപടങ്ങളിലെ അവശ്യഘടകങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ തന്നിട്ടുള്ള ഭൂപടം പരിശോധിച്ച് എന്തൊക്കെയാണ് ഭൂപടങ്ങളിലെ അവശ്യഘടകങ്ങൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്താണ്? ഒരു തലക്കെട്ട് വേണം അല്ലേ? കേരളം ഭൂപ്രകൃതിയും തലക്കെട്ട് നൽകിയിട്ടുണ്ടല്ലോ. അതുപോലെ തോത് താഴെ നൽകിയിട്ടില്ലേ? ദെൻ ദിക്കുകൾ, അതുപോലെ തന്നെ അക്ഷാംശീയ രേഖാംശീയ രേഖകൾ, ദെൻ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, ദെൻ സൂചിക. ഇതൊക്കെയാണ് തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ രേഖകൾ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സൂചിക. ഓക്കെ, ദെൻ പ്രവർത്തനം 9 നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് മേൽ സൂചിപ്പിച്ചവ. ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെയാണ് നമ്മൾ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്? പ്രവർത്തനങ്ങൾ, ലക്ഷ്യം, പ്രസ്ഥാനം എന്നിവ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ദെൻ പ്രവർത്തനം 10 എന്താണ്? സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ ആർജിച്ച പുരോഗതിയാണ് കേരളത്തെ മുന്നോട്ട് നയിച്ചത്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക ഉണർവിന് പ്രചോദനമേകി കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങൾ ഏതെല്ലാമായിരുന്നു മിഷണറി സംഘങ്ങൾ? അതെ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ദെൻ ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇതൊക്കെയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കാനല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? നോക്കൂ, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന ഗുരുവിൻ്റെ പ്രഖ്യാപനം
കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് നമുക്ക് എഴുതാം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇതിൽ നമുക്ക് പ്രവർത്തനം 10 നോക്കാം. അത് ബി ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അല്ലേ, പറഞ്ഞല്ലോ. ഇനി എ ക്വസ്റ്റ്യനാണ് നമുക്ക് പറയാനുള്ളത്. എ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. അതുപോലെ എന്താണ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് എഴുതാം, പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. അതുപോലെ തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഇത്രയും പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതിയാൽ കൂട്ടുകാർക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.